സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവരാണ് നമ്മൾ പുതുതലമുറക്കാർ അല്ലേ? അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഭകളുടെ വിശേഷങ്ങളും ടെക് ലോകത്തെ പുത്തൻ വാർത്തകളുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഏവർക്കും ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കടുത്ത വേനലിന് വിടചൊല്ലി മൺസൂൺ എത്തുകയാണ്. വേനലിൽ കുടിവെള്ളത്തിനായി പരക്കം പാഞ്ഞവർ അടുത്ത വേനലിനുള്ള മുന്നൊരുക്കം നടത്തേണ്ട സമയവും ഇതാണ്. അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന വൈശാലിയെയാണ് ലോഗിൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബേസിക്കലി ഞാൻ റീസെർച്ച് ചെയ്തത് ഒത്തിരി ഫീൽഡ്സിലാണ്. എഡ്യൂക്കേഷൻ, അതേപോലെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന കുറേ ഫീൽഡ്സ് എടുത്ത് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ആണ്. ബിക്കോസ് ഞാൻ ഫീൽഡ് വർക്കിൽ പോയത് ജാബുവ എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ്. അവിടെ ആദിവാസികളുടെ കൂടെയൊക്കെ നിന്നപ്പോൾ മനസ്സിലായത് വാട്ടർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബേസിക് ഇഷ്യൂസ്. അപ്പം അവിടെ വെള്ളം എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഇല്ല അവരുടെ ലൈഫ് സ്റ്റൈലിൽ. ബിക്കോസ് അത് ആ പ്രദേശം തന്നെ കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ വന്നിട്ട് ഞാൻ റീസെർച്ച് ചെയ്യാൻ തുടങ്ങി, കേരളത്തിൽ അങ്ങനത്തെ വല്ലതും പ്രശ്നമുണ്ടോ. ബിക്കോസ് പൊതുവേ കേരളത്തിൽ വെള്ളത്തിന് പ്രശ്നം വരത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ പോലും നമ്മൾ ഒത്തിരി ഡ്രൈ ആണ്. നമ്മൾ രാജസ്ഥാൻ്റെ കാലം താഴോട്ടാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുമ്പം. അതുകൊണ്ട് അതെനിക്ക് ഇച്ചിരി ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ റീസെർച്ച് ചെയ്തപ്പം എനിക്ക് തോന്നി വാട്ടർ തന്നെ ആയിരിക്കും ഇഷ്യൂ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഫർദർ. ഒരു ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് മോസ്റ്റ് ബേണിംഗ് ഇഷ്യൂ. അതുകൊണ്ട് ഇതിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 3 തരം റീചാർജിങ് ആണ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക് ആയിട്ട് വെൽ റീചാർജിങ്. കിണർ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കിണറിന് നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റും. ഒരു ട്രഡീഷണൽ ഫിൽട്രേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കിണറിലോട്ട് വെള്ളം ഡയറക്റ്റ് ചെയ്യുക, റെയിൻ വാട്ടർ. അതല്ലാതെ നമ്മൾ ബോർവെൽ, കുറേ വീട്ടുകളിൽ ബോർവെൽ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം. ബിക്കോസ് ബോർവെൽ യൂസ് ചെയ്യുന്ന സാധാരണ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുക. ആ വെള്ളം നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം എന്ന് ആണ് ഞാൻ രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്കൊരു സ്റ്റോറേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യലി. അത് അണ്ടർഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ PVC ടാങ്ക് വെച്ചിട്ടാവാം. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു 1 ഹൗസ് ഓഫ് 4 പീപ്പിൾ ആണെങ്കിൽ അവിടെ മാക്സിമം 250 liters ഓഫ് വാട്ടറാണ് പെർ ഡേ കൺസംഷൻ. കേരളത്തിൽ കൂടുതലാണ്. ബിക്കോസ് നമ്മൾ കേരളയും ബാക്കി സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 5 times കൺസംഷൻ കൂടുതലാണ് ഒരു മലയാളിക്ക്. അപ്പം അത് വരുമ്പം ആ വീട്ടിലെ യൂസേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര വലിയ ടാങ്ക് വേണമെന്ന് നമ്മൾ നോക്കുക. പൊതുവെ ഒരു 100 square feet നമുക്ക് 1 lakh liters ഓഫ് വാട്ടർ, റെയിൻ വാട്ടർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു 900+ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് റൂഫ് ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വാട്ടർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 30,000 40,000 liters വരെയൊക്കെ നമുക്ക് ഈസിലി സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ 2 തരം ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുക. ബേസിക്കലി ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫിൽറ്റർ. അതിൽ ചിരട്ടക്കരി, മണൽ, മെറ്റൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരു 1/3 ഓഫ് ദ ടാങ്ക് നമ്മൾ ഫിൽ ചെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മൾ വാട്ടറിനെ ഫിൽറ്റർ ചെയ്യുക. ഇത് നമുക്ക് ഡ്രിങ്കബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി യൂസേജിന് എന്തായാലും ഫിറ്റായ വാട്ടർ തന്നെയാണ്. ബിക്കോസ് മാക്സിമം ഡസ്റ്റും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വെള്ളത്തിലുണ്ടെങ്കിൽ അത് ഫുൾ ഇതിൽ കളക്ട് ആയിട്ടാണ് പോവുക. പിന്നെ ഇത് നമുക്ക് ഒത്തിരി പ്രാവശ്യം മാറ്റേണ്ട ആവശ്യമില്ല. 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാറ്റിയാൽ മതി. അതിന് അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ഒരു ട്രഡീഷണൽ ഫിൽട്രേഷൻ സിസ്റ്റം തന്നെയാണ്. അതല്ലാതെ ബിക്കോസ് ഇതൊരു മലയാളി ഹൗസ് ഹോൾഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഇവിടെ യൂസ് ഉള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റമിൽ ഉപയോഗിക്കുക. ഇപ്പം നമ്മളൊരു വേറെ ടാങ്ക് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബനാന ട്രങ്ക് അതിനെ തന്നെ വെട്ടിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ഈ മെറ്റലും ഇങ്ങനത്തെ കാര്യങ്ങളാണ്.
പിന്നെ ചിരട്ടക്കരിയും കൂടി യൂസ് ചെയ്യും. അതും ഇപ്പം നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് 2-3 ഗവൺമെൻറ് ഏജൻസീസിൽ അവിടെ ഈ ഗ്രേ വാട്ടർ അവർ ഉപയോഗിക്കുന്ന ഈ എന്താ പറയുന്നത് തുണി കഴുകി പോകുന്ന വെള്ളവും അതല്ലാതെ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിനെ നമുക്ക് എങ്ങനെ കുറച്ച് ശുദ്ധീകരിച്ചിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും യൂസിനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുവാണ്. അങ്ങനെ 2 തരം ഫിൽട്രേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒരു വീട്ടിൽ കിണറില്ലെങ്കിൽ നമ്മൾ അടുത്തത് നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു PCC മോഡലാണ് ചെയ്യുക. അതിൽ വന്നിട്ട് ഇച്ചിരി ചിലവ് കൂടും. അതുകൊണ്ട് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ നമുക്കൊരു ടാങ്ക് മേടിച്ച് വയ്ക്കാം. PVCയുടെ നമുക്ക് 5000 ലിറ്ററോ അല്ലെങ്കിൽ 10000 ലിറ്ററിൻ്റെ ടാങ്ക് കിട്ടും. അത് തന്നെ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യും. അവിടെ നിന്ന് നമ്മളൊരു പമ്പ് വെച്ചിട്ട് അത് വീട്ടിലെ ടാങ്കിലോ ടെറസിലോ വെച്ചേക്കുന്ന ടാങ്കിലോട്ട് അത് വെള്ളം പമ്പ് ചെയ്യും. റെയിൻ വാട്ടർ പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതാണ് ബേസിക്കലി കിണറില്ലാത്ത അല്ലെങ്കിൽ ബോർവെൽ ഇല്ലാത്ത വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ. ഫാമേഴ്സിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരു വലിയ സിസ്റ്റം ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആ ലാൻഡിൽ കൊണ്ടുവരാൻ പറ്റും ഇൻ ദി മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേ. അത് ഞാനിപ്പം പഠിക്കുന്നതേ ഉള്ളൂ. ബേസിക്കലി അതിലെന്ന് പറഞ്ഞാൽ ഈ ഗണ്ണി ബാഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ 1 ലക്ഷത്തിൻ്റെ അകത്ത് ആ ഒരു കോസ്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് 1,250 crores വാട്ടർ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പം പഠിക്കുന്നത്. അത് കഴിയുമ്പം മനസ്സിലാവും നമുക്ക് എത്ര കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ്. ബേസിക്കലി ഞാൻ വന്നിട്ട് ഒരു നോൺ പ്രോഫിറ്റ് നോൺ ലോസ് അതിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ സർവീസ് കോസ്റ്റിംഗ് കുറച്ച് കുറവായിരിക്കും. അതല്ലാതെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറേ വീട്ടിൽ ടാങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ റീയൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അതിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കും. അതല്ലാതെ ട്രഡീഷണൽ ഫിൽട്രേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുക. അതിലെന്ന് പറഞ്ഞാൽ സാൻഡ്, ഗ്രേവൽ, ബേബി മെറ്റൽ, ചിരട്ടക്കരി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സിസ്റ്റം ഉണ്ടാക്കുക. അത് അവിടെ നിന്നാണ് നമ്മൾ വാട്ടർ ചാനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ വെല്ലിലോട്ടോ അതർവൈസ് കൺസ്ട്രക്റ്റഡ് ടാങ്ക് ഉണ്ടെങ്കിൽ അതിലോട്ട്. അപ്പം ഇതുവരെ ചെയ്ത വീടെല്ലാം ഒരു 9,000 to 15,000 ഇതായിരുന്നു റേഞ്ച്. പക്ഷേ അതിൽ മാക്സിമം നമ്മൾക്ക് ആ വീട്ടിൽ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു കോസ്റ്റാണ്. അല്ലാതെ ബാക്കി പൈപ്പിലും പ്ലംബിംഗ് കാര്യത്തിലൊക്കെ നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ഒത്തിരി ലോ ചെയ്താണ് പോവുക. ബിക്കോസ് എൻ്റെ ബേസിക് വിഷൻ ഈസ് ടു മേക്ക് ദ സൊസൈറ്റി അവെയർ. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് മോട്ടീവ്. സെക്കൻഡ് മോട്ടീവാണ് അതിൽ എന്തെങ്കിലും നമുക്ക് ഒരു എൻ്റർപ്രൈസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ബിസിനസ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ല, ഇത് സോഷ്യലി അവെയർ ചെയ്യണ ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് ഇത് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാൻ വേണ്ടി ആണ് നോക്കുന്നത്. ഞാൻ ഇതുവരെ കുറച്ചൊരു 5-6 ഹൗസസ് വരെ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നായതുകൊണ്ട് തന്നെയാണ് ആദ്യം ട്രിവാൻഡ്രം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ജവഹർ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 5-6 വീട്. അവിടെ ബേസിക്കലി വയസ്സായ ആൾക്കാരാണ് താമസിക്കുന്നത്. അവർക്ക് വേറെ ഒരു സിസ്റ്റം ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ കൊണ്ട് തന്നെയാണ് അവരുടെ വീട്ടിൽ ആദ്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതല്ലാതെ റൂറൽ സെക്ടറിൽ വെൾപ്പശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ എനിക്ക് പ്രോജക്ട്സ് കിട്ടിയിരിക്കുന്നത് പൂജപ്പുരയിൽ ഒരു ആശാഭവൻ. അവിടെ മെൻ്റൽ പേഷ്യൻസും ഡിസേബിൾഡ് ആയുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു 400 ഇൻമേറ്റ്സ് വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വാട്ടറിൻ്റെ പോണ്ട് റിജുവിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതല്ലാതെ കിൻഫ്രയിൽ പറയുന്ന ഇപ്പം പിച്ചൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും അവരുടെ വാട്ടർ ക്വാളിറ്റീനെ അല്ലെങ്കിൽ എന്തെങ്കിലും RO സിസ്റ്റം വെച്ചിട്ടെങ്കിലും അതെങ്ങനെ നമുക്ക് ക്വാളിറ്റി വൈസ് ആയിട്ട് കുറച്ചുകൂടെ നല്ലതാക്കാം എന്നും കൂടി നോക്കുന്നുണ്ട്. ഇതുവരേക്കും
ഒരു 10-12 ഹൗസസിൽ വരെ അപ്രോച്ച് ചെയ്തിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പറഞ്ഞാൽ ടെറസിൽ നിന്ന് വരുന്ന മഴവെള്ളം എങ്ങനെയെങ്കിലും ശേഖരിച്ചിട്ട് നമുക്കൊരു വെല്ലോട്ടോ അല്ലെങ്കിൽ ബോർവെല്ലോട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കി അതിലോട്ടോ നമുക്ക് ഡയറക്റ്റ് ചെയ്യണതാണ് സൊല്യൂഷൻ. ഇപ്പം വന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുവാണ്. കുറച്ച് വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കുറച്ച് ഗവൺമെൻറ് പ്രോജക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് നടക്കുക.